നമസ്കാരം. മമ്മൂട്ടിക്ക് 100 കോടി ചിത്രമില്ല, 100 കോടി ചിത്രമില്ല. സോഷ്യൽ മീഡിയയിൽ ചില നടന്മാരുടെ ഫാൻസുകാർ കിടന്നങ്ങ് മെഴുകി മറിയുക. നിങ്ങളിപ്പോൾ ഈ കാണുന്നില്ലേ മാമാങ്കം, ഇത് കാവ്യ ഫിലിംസിൻ്റെ ബാനറിൽ വേണു കുന്നേപ്പള്ളിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഇപ്പോഴും കിടപ്പുണ്ട് 135 കോടി മഹാവിജയം നേടിയ ചിത്രം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അതേ കാവ്യ ഫിലിംസിൻ്റെ ബാനറിൽ ടൊവിനോ തോമസും ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനും എല്ലാം അഭിനയിച്ച പടമാണ് 2018. അതും 150 കോടി എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെൽസൺ പിടിച്ചിട്ടുള്ള സിനിമയായിരുന്നു മമ്മൂക്കയുടെ വൈശാഖ് ചിത്രം മധുരരാജ. അതും 100 കോടി ക്ലബിൽ കയറിയെന്ന് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ ഇടുമ്പോഴത്തേക്ക് ഫേക്കും നമ്മുടെ ഒരു പ്രത്യേക നടൻ്റെ ഫാൻസുകാരും ആ നടൻ്റെ പടം വന്നു കഴിഞ്ഞാൽ അതെല്ലാം തള്ളി അങ്ങോട്ട് 100-200 കോടി കയറ്റിയ എല്ലാം കറക്റ്റ് കളക്ഷൻ റിപ്പോർട്ടും. മമ്മൂട്ടി കമ്പനിക്ക് അങ്ങനെ തള്ളിക്കയറ്റേണ്ട കാര്യമൊന്നുമില്ല. നല്ല സിനിമകൾ കുറഞ്ഞ ബഡ്ജറ്റിൽ എടുത്തിട്ട് 24 ദിവസം കൊണ്ട് 83 കോടി കളക്ഷൻ നേടി ഒഫീഷ്യലായിട്ട് നമ്മുടെ മമ്മൂക്ക തന്നെ പുറത്തു വിടണം കേട്ടോ. ഇത് മതി ഞങ്ങൾക്കല്ലാതെ തള്ളിക്കയറ്റിട്ടുള്ള 100 കോടി 200 കോടിയും വേണ്ട. പിന്നെ മമ്മൂക്കയുടെ മധുരരാജയും മാമാങ്കവും ഒക്കെ ആ പ്രൊഡ്യൂസർമാരുടെ അടുത്താണ് ചോദിക്കുന്നത്. കാരണം അവരാണ് 100 കോടി ക്ലബ് എന്നും പറഞ്ഞിട്ട് അവർ പടം ഇട്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുലിമുരുകൻ 100 കോടി ക്ലബ്ബിൽ ഇട്ടത് ആരായിരുന്നു? നമ്മുടെ മുളക് പാടമല്ലേ. ഇപ്പം പിച്ചച്ചട്ടി എടുത്ത് വീട്ടിയിരിക്കുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തിനാടാ ഇങ്ങനെ കിടന്നുകൊണ്ട് മെഴുകി മറിയുന്നത്? സത്യസന്ധമായിട്ടുള്ള കണക്കുകൾ സർക്കാരിന് കറക്റ്റായിട്ട് ടാക്സ് ഒക്കെ കൊടുത്തതേ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളാം കേട്ടോ. അപ്പം സുലാൻ.